കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് പോവാം, തൊഴാനായിട്ട് പോവാം. എല്ലാവരും വരും കേട്ടോ. ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ, നാരായണ വിഗ്രഹത്തിൽ, ആ ദേവകൾ പൂജിതമായ ആ വിഗ്രഹത്തിൽ ഏത് രൂപത്തിലാണ് ഭഗവാൻ ഇന്ന് ഭക്തരെ കാണാനായിട്ട് നിൽക്കുന്നത് നോക്കാൻ, ഭക്തർക്ക് ദർശനമേകാൻ നിൽക്കുന്നത് ഏത് രൂപത്തിലാണ് എന്ന് നോക്കാൻ വേണ്ടി നമുക്കും പോവാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിൻ്റെ അവിടെ വന്നിട്ട് മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്ത് ആ മഞ്ജുള വാരസ്യാരെയൊക്കെ ഒന്ന് സ്മരിച്ച് നമുക്കിങ്ങനെ പോരാം. അങ്ങനെ പോരുമ്പോൾ ആ പുതിയ ഗോപുരത്തിലൂടെ ഇങ്ങനെ പോന്ന് നേരെ അത്തിമര ഗണപതിയെ കാണാനായിട്ട് വരാം. അത്തിമര ഗണപതിയെ കണ്ട് അവിടുന്ന് സർവ്വവിഘ്നങ്ങൾ മാറ്റിത്തരാനായിട്ട് പ്രാർത്ഥിച്ച് നമുക്കിങ്ങനെ പോരാം. ആ ഗോപുരവാതിൽ കടന്ന് നേരെ മുന്നോട്ടിങ്ങനെ പോരുമ്പോൾ ആ രണ്ട് കൊമ്പ്, കേശവൻ്റെ രണ്ട് കൊമ്പ് കാണാം. അതിന് നടുക്കായിട്ട് ലക്ഷ്മി ദേവീനെയും കാണാം. അതൊന്ന് കണ്ട് തൊഴുത് നമ്മൾ നേരെ വാതിൽപ്പടി കയറുമ്പോൾ ഇടതേ സൈഡിലുള്ള ആ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി നാരായണീയം രചിച്ചിരുന്ന ആ ഒരു ഇരുന്ന സ്ഥലം, അവിടെ അതാ കിടാവിളക്ക് കൊളുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ കാണാം. അതേപോലെ വലതേ സൈഡിലുള്ള തൂണും നോക്കി തൊഴാം. അങ്ങനെ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കി വരുമ്പോൾ നല്ല രസം, മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ. ആ നെയ്വിളക്കിൻ്റെ സ്വർണ്ണവിളക്കിൻ്റെ ഒക്കെ പ്രകാശം ഇങ്ങനെ കാണുന്നു. ഭഗവാന്റെ കാൽപാദങ്ങൾ കാണാണ്ട്, കാൽവളകൾ കാണാണ്ട്, ഒരു കാലം ഒന്നിങ്ങനെ മുന്നോട്ട് വെച്ച മാതിരിയാണ്. എനിക്ക് തോന്നുന്നു വല്ല നൃത്തം ചവിട്ടാനും ഉദ്ദേശിക്കുന്നുണ്ടോ നോക്കട്ടെ. അങ്ങനെ നോക്കി വരുമ്പോൾ പട്ടൊക്കെ ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട്. അരമണി കിങ്ങിണി കാണാണ്ട്, അരമണിയൊക്കെ നല്ല വലിപ്പത്തിലാണ്. ഗോപി തിലകം വെച്ചിട്ടുണ്ട്. കഴുത്തിലൊരു വളയം പോലത്തെ മാലയുണ്ട്, ഒരു പതക്കം പോലത്തെ ഒരു മാലയുണ്ട്, ഒരു മുല്ലമുട്ടുമാലയുണ്ട്. അതേപോലെ കൈവളകൾ ചാർത്തിയിട്ടുണ്ട്. കൈവളകളിൽ അതേപോലെ തോൾവളകളുണ്ട്. കാതിൽ ചെവിപ്പൂക്കളുണ്ട്. പൊന്നിൻ്റെ ഗോപി തിലകം വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കയ്യിൽ, ഇടത്തെ കയ്യിൽ ഓടക്കുഴലുണ്ട്, വലത്തെ കയ്യിൽ വെണ്ണുരുളിയുണ്ട് കേട്ടോ. വെണ്ണക്കണ്ണൻ തന്നെയാണ്. അത് മാത്രമല്ല, കുറച്ച് സന്തോഷം കൂടിയിട്ടാണ് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് ചാടി കളിക്കാനുള്ള ആ ഒരു തയ്യാറെടുപ്പാന്ന് തോന്നുന്നുണ്ട്. ചാടി കളിക്കുകയാണ്. അമ്മ നന്നായിട്ട് വെണ്ണയൊക്കെ കൊടുത്തപ്പോൾ കുഞ്ഞുണ്ടൊക്കെ ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞപ്പോൾ ചാടി കളിക്കാൻ തോന്നിയെന്നാണെന്നാണ് തോന്നുന്നത്. അങ്ങനെയാണ് ഇന്നത്തെ ആ ശ്രീലകത്തെ നിൽപ്പേ ആ ഭഗവാന്റെ. നല്ല രസം, എന്ത് മനോഹരമാണെന്നറിയോ. അങ്ങനെ നോക്കി വരുമ്പോൾ തിരുമുടി ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്, കളപ്പം കൊണ്ട് പീലി ചാർത്തിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ 2 തിരുമുടിമാലകളുണ്ട്. തെച്ചിയും തുളസിയുണ്ട്, അതേപോലെ വെളുത്ത പൂവും തുളസിയും. അതേപോലെ വലിയ ഉണ്ടമാലകൾ 2 ഉണ്ടമാലകളുണ്ട്. ആ ഉണ്ടമാല എന്താ വെച്ചാൽ വെളുത്ത പൂവും തുളസിയും തെച്ചിയും സമമായിട്ടുള്ളതൊന്നും, പിന്നെ തെച്ചിയും തുളസിയായിട്ടുള്ളതും. അങ്ങനെ നല്ല രസമായിട്ടാണ് കാഴ്ച കേട്ടോ. വളരെ മനോഹരമായിട്ടുള്ള ആ ശ്രീലകത്തെ കാഴ്ചയാണ്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ നമ്മൾ ആ സോപാനപ്പടിയിൽ നിന്നിട്ട് ഭഗവാനെ കാണുന്നതായിട്ട് സങ്കല്പിക്കുക. മനസ്സുകൊണ്ട് എല്ലാവരും ഗുരുവായൂരപ്പൻ്റെ തിരുമുമ്പിലാണ് എന്ന് അങ്ങോട്ട് വിചാരിക്കുക. അങ്ങനെ വിചാരിച്ച് ആ ഭഗവാന്റെ ആ ശ്രീലകത്തേക്ക് നോക്കുക. അങ്ങനെ നോക്കിയിട്ട് എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. ആ സോപാനപ്പടിയിൽ നിന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി, സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ അഗ്നികോണിലുള്ള ആ ബലിക്കല്ല് നോക്കിയിട്ടൊന്ന് തൊഴുതു. അതേപോലെ തിടപ്പള്ളി നോക്കിയിട്ട് ഭഗവാന് നേദ്യം തയ്യാറാക്കുന്നതും ഗണപതി ഹോമം നടത്തുന്നതുമായ തിടപ്പള്ളി നോക്കി തൊഴുത് നമ്മൾ നേരെ ചുമരിൻ്റെ അവിടേക്ക് തിരിഞ്ഞ് നോക്കിയാൽ ഒരു ആലിലക്കണ്ണനെ കാണാം. അത് കഴിഞ്ഞ സപ്തമാതാക്കളെ കണ്ടു തൊഴാം. അങ്ങനെ കണ്ട് തൊഴുത് നമ്മൾ നേരെ ഗണേശൻ്റെ അടുത്തേക്ക് വരികയാണ്. ഗണേശൻ്റെ അടുത്ത് വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇന്നും ആ പീലിക്കണ്ണൻ തന്നെ കേട്ടോ. പീലി തിരുമുടി ഇങ്ങനെ പീലി വലിയ സ്വന്തമായ നല്ല സുന്ദരമായ ഒരു പീലി ഉണ്ട്. അതേപോലെ ചുവന്ന പട്ട് അരയിൽ ചാർത്തിയിട്ടുണ്ട്. ഗണേശൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഭക്തരെ അനുഗ്രഹിക്കാനായിട്ടിരിക്കുക. വലത് കൈ ഇങ്ങനെ എന്താ പറയുക, അഭയഹസ്തമായിട്ട് ഇങ്ങനെ അനുഗ്രഹിക്കാനായിട്ടാണ് ഇരിക്കുന്നത്. ആ ഒരു കാഴ്ചയാണ് കാണുന്നത്. പാവുമുണ്ട് ചാർത്തിയിട്ടുണ്ട്, പാവുമുണ്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. നല്ല രസം, സുന്ദരനായിട്ട് തന്നെയാണ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. വിഘ്നേശ്വരന് സർവ്വവിഘ്നങ്ങളും മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയിലേക്ക് നോക്കുക. സരസ്വതി ദേവീനെ കണ്ട് തൊഴാം. അവിടെ ഒരു മാല മാത്രമേ ഉള്ളൂ, തുളസിപ്പൂവും വെളുത്ത മുല്ലയും കൂടിയുള്ള ഒരു മാല. എന്നാലും സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കുക.
സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ സരസ്വതി ദേവീനെയും തൊഴുത് നമ്മൾ വരുമ്പോൾ മായാദേവീനെയും അതേപോലെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം ഉള്ള ആ രൂപങ്ങളൊക്കെ കാണാൻ ദശാവതാരത്തിലെ ചെറിയ ഗണപതിയൊക്കെ തൊഴുത് വന്ന് മേൽശാന്തിന് അവിടെ എത്തുമ്പോൾ ഇന്നത്തെ ഉച്ചപൂജയും മേൽശാന്തി തന്നെയാണ്. കവപ്രമാരാത്ത് അച്യുത നമ്പൂതിരിപ്പാടാണ്. അതുപോലെ ഇന്നത്തെ ആ വെണ്ണക്കണ്ണനെ വെണ്ണയും ഓടക്കുഴലും പിടിച്ച് നിൽക്കുന്ന ഉണ്ണിക്കണ്ണനെ ചാർത്തിയിരിക്കുന്നത് പഴയം കൃഷ്ണപ്രസാദ് ഒതിക്കൻ തന്നെയാണ്. അദ്ദേഹം തന്നെ അവിടെ ഇരിക്കണു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. പിന്നെ വാമന രൂപവും അതേപോലെ ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപവും പിന്നെ ഉള്ളത് മഹാവിഷ്ണു ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയൊക്കെ കണ്ടു വരുമ്പോൾ അനന്തപത്മനാഭൻ്റെ അടുത്ത് വരിക. അവിടെ നിന്ന് നല്ല പൂക്കളുണ്ട്. ബ്രഹ്മാവിന് വലിയ പൂക്കളിങ്ങനെ മഞ്ഞ പൂവ് കൊണ്ടുള്ള മാലയുണ്ട്. അതേപോലെ വിഷ്ണുവിന് ഒരു റോസ് കളറുള്ള പൂവുണ്ട്, പിന്നെ വെളുത്ത പൂവുണ്ട്, തുളസി പൂവുണ്ട്. അങ്ങനെ കാണുന്നു. താമര ഉണ്ട്, നിറച്ച് താമരകൾ വെച്ചിട്ടുണ്ട്. പിന്നെ വിധാനമായിട്ട് 3-4 തുളസി മാലകൾ ഇങ്ങനെ മേലെ ചാർത്തിയിട്ടുമുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിച്ചതിന് ശേഷം തിരിച്ചിങ്ങനെ വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കാണാം. അവിടെ നിന്ന് ശ്രീരാമചന്ദ്രന് മാല ചാർത്തിയിട്ടുണ്ട്. അവിടുന്ന് അങ്ങോട്ടൊക്കെ മാലകൾ ചാർത്തിയിട്ടുണ്ട്. മുരുകനും എല്ലാവർക്കും മാലകൾ ചാർത്തിയിട്ടുണ്ട്. ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരുമ്പോൾ ഒരു താമരമാലയാണെന്ന് ഹനുമാൻ സ്വാമിക്കുള്ള. അതിൻ്റെ അടിയിൽ കുറച്ച് തുളസി, വേറെ ഒന്ന് ശരിക്കും പറഞ്ഞാൽ കുങ്കുമം ഇല്ല എന്ന് തന്നെ പറയാം. തീരെ ഇല്ല, നമുക്ക് തൊടാനൊന്നും ഇല്ലാത്ത മാതിരിയാണ്. എന്നാലും അങ്ങനെ കുങ്കുമം കൊണ്ട് അഭിഷേകം ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമുക്ക് എന്തായാലും ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കാം. രാമായണ മാസത്തിൽ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉചിതമാണ്. അപ്പോൾ എന്തായാലും പ്രാർത്ഥിക്കുക കേട്ടോ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്വം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിച്ച് അങ്ങനെ നമ്മൾ രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ടു. അതേപോലെ നമ്മൾ ഓവിൻ്റെ അവിടെ വന്നിട്ട് പ്രാർത്ഥിക്കുക. പിന്നീട് കുറച്ചിങ്ങോട്ട് പടിഞ്ഞാട്ട് മാറിയാൽ നേരെ താമരക്കണ്ണനെ കൽപ്പവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന ആ താമരക്കണ്ണൻ്റെ കയ്യിൽ വെണ്ണ കേട്ടോ. അപ്പോൾ വെണ്ണ 2 കയ്യിലും വെണ്ണ പിടിച്ചിട്ടായിരിക്കണത്. അപ്പോൾ വേണ്ടതൊക്കെ സർവാഭീഷ്ട വരദായന മുദ്രയിലാണ് ഇരിക്കുന്നത്. പറഞ്ഞ മാതിരി എന്താവശ്യം ഉണ്ടെങ്കിലും അവിടെ പറഞ്ഞാൽ മതി എന്നാണ്. കുറച്ച് കൽപ്പവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുകൊണ്ടേ കുറച്ച് രത്നമോ എന്തൊക്കെയാണ് വേണ്ടിച്ച ചോദിക്കാമെന്നർത്ഥം. സാമ്പത്തിക അഭിവൃദ്ധിക്കൊക്കെ അദ്ദേഹത്തോട് ചോദിക്കാമെന്നർത്ഥം. അങ്ങനെ അവിടെ തൊഴുത് നമ്മൾ ഗ്രില്ലിൻ്റെ അപ്പുറത്തുള്ള മണിക്കിണർ കാണാം. അതേപോലെ നൃത്താറയിൽ കിടാവിളക്ക് കത്തി നിൽക്കുന്നുണ്ട്. നൃത്താറയിൽ കണ്ട് തൊഴാം. പിന്നീട് കുറൂരമ്മേനെയും നാരദരെയൊക്കെ കണ്ട് വസുദേവരെയൊക്കെ കണ്ട് നമ്മളങ്ങനെ ഇറങ്ങി വടക്കേ നടയിൽ കൂടെ വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടുന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങിയിട്ട് ഇടത്തരികത്തുകാവിൽ ഭഗവതിയെ കാണാനായിട്ട് പോവാം. അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ അവിടെ ഗോളകയാണ് ഇറക്കിയിട്ടുള്ളത്. അമ്മ അങ്ങനെ സുന്ദരിയായിട്ട് തന്നെയാണ് ആ ഗോളകയുടെ ആ ഒരു സൗന്ദര്യത്തിലാണ് ഇരിക്കുന്നത്. ചുവന്ന പട്ട് എടുത്തിട്ടുണ്ട്. അതേപോലെ ധാരാളം അർച്ചന പൂക്കളുണ്ട്. അപ്പോൾ എല്ലാവരും അമ്മേനെ പ്രാർത്ഥിച്ചോളൂ കേട്ടോ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് നേരെ നമ്മൾ ആ കോർണറിലെത്തിയാൽ അവിടുന്ന് മമ്മിയൂരപ്പനെ പ്രാർത്ഥിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് മമ്മിയൂരപ്പനെ മനസ്സിൽ സ്മരിക്കുക. അപ്പോൾ നമ്മൾ മമ്മിയൂർ പോയിട്ട് ദർശനം കിട്ടിയ ആ ഒരു പ്രതീതിയാവും. അതിനുശേഷം നമ്മൾ കൊടിമരത്തിൻ്റെ അവിടേക്ക് വരുന്നു. വീണ്ടും ആ വെണ്ണക്കണ്ണനെ ഒരിക്കൽ കൂടി കാണാനായിട്ട് നോക്കാം. ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയാൽ ഒന്നുകൂടി കാണാം. അങ്ങനെ അവിടുന്ന് നമസ്കരിച്ച് നേരെ ആ കൂത്തമ്പലത്തിൻ്റെ അവിടെ വന്ന കടാവിളക്ക് കാണാം. അവിടെയും നമസ്കരിക്കാം.
അത് കഴിഞ്ഞ് അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് വരിക. അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരുമ്പോൾ അവിടെ നിന്ന് കിരീടമൊക്കെ വെച്ച് വലിയൊരു മാലയൊക്കെ ചാർത്തി വലിയ പൊട്ടൊക്കെ ഇങ്ങനെ തൊട്ട് കളഭം കൊണ്ടുള്ളതായിട്ടില്ല, ബാക്കിയുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണ് അയ്യപ്പസ്വാമി ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ അവിടെ നിന്ന് പ്രദക്ഷിണം ചെയ്ത് പടിഞ്ഞാറേ നടയിലുള്ള വേണുഗോപാല സ്വരൂപം കാണാം. അതേപോലെ കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് പടിഞ്ഞാറേ നടയിൽ കൂടെ പുറത്തിറങ്ങി നമ്മൾ രുദ്രതീർത്ഥത്തെ വലം വയ്ക്കാനായിട്ട് പോകുമ്പോൾ നടുക്കുള്ള കാളിയമർദ്ദന രൂപത്തെ കാണാം. പിന്നെ പൂന്താനത്തിൻ്റെ ആ പൂജിച്ച വിഗ്രഹമുള്ള നാരായണാലയത്തിൽ ചെല്ലാം. അവിടെ നിന്ന് കണ്ട് തൊഴുത് അവിടെ ധാരാളം ഭക്തർ നാമജപം നടത്തുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നേരെ ഭഗവതിയുടെ അവിടെ ഒന്നുകൂടി തൊഴാം. പിന്നെ വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ കിഴക്കേ നടയിൽ വന്നിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഒന്നും കൂടി ശ്രീലകത്തേക്ക് നോക്കിയാൽ വെളിച്ചങ്ങനെ കാണാം. പിന്നെ അവിടുന്ന് നമ്മൾ തെക്കേ നടയിലുള്ള ആ കൂവളമരത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാനായിട്ട് പോവാം. മഹാദേവനെയും പാർവതീദേവീനെയൊക്കെ പ്രാർത്ഥിച്ച് ആ കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. നമ്മളിന്നൊരു കഥയും കൂടി പറയാം. മായാമോഹിതനായ ദുർവാസാവ് എന്നാണ്. കാരണം മായാലീലകൾ, ശ്രീകൃഷ്ണൻ്റെ മായാലീലകളിൽ പെടാത്ത ആരുമില്ല. അപ്പോൾ ഒരിക്കൽ ദുർവാസാവും പെട്ടു. അങ്ങനെ ശ്രീകൃഷ്ണ ദർശനത്തിനായിട്ട് ദുർവാസാവ് മഹർഷി വരികയാണ് വൃന്ദാവനത്തിലേക്ക്. അപ്പോൾ കാളിന്തിയുടെ വിശാലമായ മനോഹരമായ മണൽത്തട്ടയിൽ കൃഷ്ണനും കൂട്ടുകാരും കളിക്കുന്നത് മഹർഷി കണ്ടു. ദേഹം മുഴുവൻ പൊടി പുരണ്ട് മയിൽപ്പീലി ചൂടിയ മുടിയെല്ലാം അഴിഞ്ഞുലഞ്ഞ് ദിഗംബരനായി മറ്റു കുമാരന്മാരോടുമൊത്ത് കളിക്കുന്ന ഉണ്ണിക്കണ്ണനെയാണ് ദുർവാസാവ് കണ്ടത്. അദ്ദേഹം വിസ്മയഭരിതനായി ഇവിടെ ഇരുന്നു. അദ്ദേഹം ചിന്തിച്ചു, ഇത് ശ്രീകൃഷ്ണ ഭഗവാനാകാൻ തരമില്ല, ഈ കുട്ടി നന്ദഗോപൻ്റെ പുത്രൻ മാത്രമാണ് എന്ന്. കണ്ണൻ ഇത് മനസ്സിലാക്കിയിട്ട് പെട്ടെന്ന് ചിന്തയിൽ മുഴുകിയ മഹർഷിയുടെ മടിയിൽ ഓടി വന്ന് കയറിയിരുന്നു. എന്നിട്ട് മുനിയുടെ മുഖത്ത് നോക്കി ഒന്നുറക്കെ ചിരിച്ചു. സംശയമല്ല, ഞാനിപ്പോൾ തീർത്തു തരാം എന്ന മുട്ടിൽ. ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാന്റെ ശ്വാസത്തോടു കൂടി മഹർഷി ശ്രീകൃഷ്ണൻ്റെ ആ മൂക്കിനുള്ളിലേക്ക് കയറിപ്പോയി. ഇനിയല്ലേ പൂരം. തൻ്റെ മായ കൊണ്ട് ദുർവാസാവിനെ ഒന്ന് പരിഭ്രമിപ്പിക്കാൻ തന്നെ കണ്ണൻ തീരുമാനിച്ചു. മൂക്കിനുള്ളിൽ പോയ മുനി അവിടെ വിജനമായ വനത്തോടു കൂടി ഒരു ലോകം കണ്ടു. വിജനതയിൽ പരിഭ്രാന്തനായി നടക്കുന്ന മഹർഷിയെ ഒരു പെരുമ്പാമ്പ് വിഴുങ്ങി. ആ പാമ്പിൻ്റെ വയറ്റിനുള്ളിൽ പല ലോകങ്ങൾ, ഗുഹകൾ, ദ്വീപുകൾ എന്ന് വേണ്ട, മഹർഷിക്ക് എന്തൊക്കെയോ വിസ്മയ ദൃശ്യങ്ങൾ കാണാനായി. പിന്നീട് ഒരു പർവ്വതത്തിന് മുകളിൽ കയറി അദ്ദേഹം തപസ് തുടങ്ങി. അനേക വർഷങ്ങൾക്കു ശേഷം മഹാപ്രളയം വന്ന് ഭൂമി സമുദ്രത്തിൽ ആണ്ടുപോയി. ഒപ്പം മഹർഷിയും പർവ്വതവും മുങ്ങി. യുഗങ്ങളോളം വെള്ളത്തിൽ കിടന്നലഞ്ഞ ആ ദുർവാസാവിന് ഒന്നും തന്നെ ഓർമ്മയില്ലാതായി. പിന്നീട് വേറൊരു ബ്രഹ്മാണ്ടം കണ്ടു. അവിടെയും ഒരു പർവ്വതത്തിന് മുകളിലേറി അദ്ദേഹം തപസ് തുടങ്ങി. 4 പുറവും വെള്ളം തന്നെ. അങ്ങനെ ഇരിക്കെ വളരെ അകലെയായിട്ട് അദ്ദേഹം ഒരു തീരപ്രദേശം കണ്ടു. നീന്തി കരക്കെത്തിയപ്പോൾ മഹർഷിക്ക് വൃന്ദാവനവും യമുനാപുരികളും മറ്റും ദൃശ്യമായി. അവിടെ ഒരു നികുഞ്ചത്തിനുള്ളിൽ പരിപൂർണതമനായ ശ്രീകൃഷ്ണ ഭഗവാനെയും ദുർവാസാവ് കണ്ടു. അദ്ദേഹം കൃഷ്ണനെ സ്തുതിച്ചു. പ്രസന്നനായ ഭഗവാൻ ഒന്ന് ചിരിച്ചു. ആ ചിരിയിൽ മഹർഷി ഭഗവാന്റെ മൂക്കിനിൽ നിന്നും പുറത്തു വന്നപ്പോൾ താൻ പഴയപടി യമുനയുടെ തീരത്തിരിക്കുന്നതായും തൻ്റെ മടിയിൽ ചേറണിഞ്ഞ ദിഗംബരനായ കൃഷ്ണൻ ഇരിക്കുന്നതായും ദുർവാസാവിന് കാണുമാറായി. പരമാത്മാവായ ഭഗവാൻ തന്നെയാണ് നന്ദനന്ദനൻ എന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. അദ്ദേഹം കൈകളോടെ ഭഗവാനെ സ്തുതിച്ചു. എല്ലാം ഒരു നിമിഷത്തെ ഒരു മായ. മഹർഷിക്ക് അത്രയ്ക്കും കോപിഷ്ഠനൊക്കെ ഉള്ള ആ മഹർഷിക്ക് പോലും ആ കണ്ണൻ്റെ മായാലീലകളിൽ പെടേണ്ടി വരുന്നു. അപ്പോൾ പിന്നെ സാധാരണക്കാരായ നമുക്കോ അദ്ദേഹം ഇങ്ങനെ ഓരോന്ന് ചെയ്യും, എന്നിട്ട് അങ്ങനെ ചിരിക്കും. അതാണ് ആ ഉണ്ണിക്കണ്ണൻ്റെ ഒരു കുസൃതി. നമുക്കെന്തായാലും ആ പാദം വിടാതെ പിന്തുടരാം. ആ പാദത്തിൽ തന്നെ വിടാതെ പിടിച്ച് നാരായണ നാരായണ ഹരേ കൃഷ്ണ എന്നിങ്ങനെ ചൊല്ലുക. അപ്പോൾ പിന്നെ എന്തായാലും നമ്മളെ കൈവിടില്ല എന്ന് ഉറപ്പാണ്. ഇനി നമുക്ക് ഒരാളെ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭാരതി അനീഴം, അവർ കുട്ടിക്കാണ്, പഠനത്തിന് വേണ്ടിയിട്ടാണ്.
പിന്നെ നമുക്കിനി നാരായണ വിദ്യാഗോപാല അർച്ചന ചെയ്താൽ മതി അവർ. അതേപോലെ ഇനി നമുക്ക് നാരായണീയം ഒന്നാം ദശകത്തിലെ 6ാമത്തെ ശ്ലോകം ചെല്ലാം. തത്തേ പ്രത്യഗ്രതാരാധരലളിതകളായവയാവലീ കേളികാരം ലാവണ്യസൈകസാരം സുഹൃതി ജനദൃശാം പൂർണ്ണപുണ്യാവതാരം ലക്ഷ്മീനീശങ്കുലീലാനിലയനമമൃതസ്യന്തഃസന്തോഹമന്ദ സിഞ്ചത്സഞ്ചിന്തകാനാം വപുരനുകലയേ മാരുതാകാരനാഥ. പ്രത്യഗ്രധാരാധരലളിത കളായ വലീ കേളികാരം. പുതുമേഘങ്ങളുടെയും ചന്തമിയെന്ന കായാവിൻ പൂക്കൂട്ടങ്ങളുടെയും വിളയാട്ടം കാട്ടുന്നതും ആ രണ്ടിനും തുല്യമായതും ലാവണ്യസ്യ ഏകസാരം ലാവണ്യത്തിൻ്റെ മികച്ച സത്ത് ആയതും സുകൃതി ജനദൃശ സുകൃതം ചെയ്തവരുടെ കണ്ണുകളുടെ നിറഞ്ഞ പുണ്യം തന്നെയായി അവതരിപ്പിച്ചതും പൂർണ്ണപുണ്യാവതാര ലക്ഷ്മീ ശങ്കലീല നിലയനം. ശ്രീ ഭഗവതിക്ക് കൂസൽ കൂടാതെ വിളയാടാനുള്ള സ്ഥാനമായതും സഞ്ചിന്തകാനാം അന്ത അമൃത ധ്യാനനിരതന്മാരായവരുടെ ഉള്ളിൽ അമൃതധാരയെ വർഷിക്കുന്നതുമായ സ്യന്ത സന്തോഹം സിഞ്ചത് തത്തേവപു അവിടുത്തെ ആ ശരീരത്തെ മാരുതാകാരനാഥ അല്ലയോ ഗുരുവായൂരപ്പ അനുകലയെ ഞാൻ നിരന്തരമായി ധ്യാനിച്ചു കൊള്ളുന്നു. വിളവ് മുത്തുമണിയിൽ സ്വാഭാവികമായി ഒരു പളപളപ്പ് കാണാം. അതാണ് ലാവണ്യം. പുണ്യത്തിനായി പൂർണ്ണത്വം വേണ്ടത് എന്നതിനാൽ പുണ്യപൂർണാവതാരം എന്ന പാഠം. അല്ലയോ ലോകാനുഗ്രഹാർത്ഥം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വാണരുളുന്ന ഭഗവാനെ, പുതൂർക്കാർക്കൊണ്ടലിൻ്റെ ശോഭയും മനോഹരമായ കായാമ്പൂവിൻ്റെ ഭംഗിയും സൗന്ദര്യ സാരാംശവും ഫലേച്ഛ കൂടാതെ കർമാനുഷ്ഠാനം ചെയ്യുന്ന പുണ്യശാലികളുടെ പുണ്യത്തിൻ്റെ മൂർത്തീകരണവും ഐശ്വര്യദേവതയുടെ നിർവിഘ്നമായ ലീലാവിലാസങ്ങൾക്ക് രംഗവും ഭഗവത് സ്വരൂപത്തെ ഉപാസിക്കുന്ന ജനങ്ങൾക്ക് ബ്രഹ്മാനന്ദരസ പ്രവാഹ വർഷവും ആയി ഇരിക്കുന്ന ആ ശുദ്ധ സത്വമയമായ ദിവ്യമംഗള വിഗ്രഹത്തെ ഞാൻ സദാ സ്മരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം.